ഹലോ മച്ചന്മാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. ഒരൊറ്റ വെള്ളിയാഴ്ച മതി ഒരു നടൻ്റെ കരിയർ മാറിമറിയാൻ എന്നുള്ളത്. അത് പണ്ട് മുതൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. ഇവിടെ ഒരു വ്യാഴാഴ്ച രാത്രിയിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നു. മമ്മൂട്ടി ദ ലെജൻഡ്, അതെ, മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന ചിത്രം ഹോളിവുഡിൽ പ്രദർശിപ്പിച്ചപ്പോൾ, ഓസ്കാർ വേദിയിൽ പ്രദർശിപ്പിച്ചപ്പോൾ ഒരു കാര്യം സംഭവിക്കുകയുണ്ടായി. മമ്മൂട്ടി ഇനി മുതൽ ഹോളിവുഡ് ലെജൻഡായി മാറുകയാണ്. ഇതിനകത്തിൽ പ്രീ സ്ക്രീനിങ് നടത്തുന്ന ആ ഒരു വേദിയിൽ തന്നെ മമ്മൂക്കയെക്കുറിച്ച് പറയുമ്പോൾ ഹർഷാരവങ്ങൾ ഉയരുന്ന കാഴ്ച നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ ഒരു സിനിമ ഇന്ത്യൻ സിനിമയിലെ ഏക സിനിമയായി അവിടെ എത്തിയപ്പോൾ 11ാം സ്ഥാനത്തായിരുന്നു 11 സിനിമകൾ പ്രദർശിച്ചപ്പോൾ ഈ സിനിമ വന്നതെങ്കിൽ ഇന്ന് 1ാം സ്ഥാനത്തേക്ക് ഈ ഒരു സിനിമ എത്തിയിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നു. അതിൽ തന്നെ ഏറെയും പ്രശംസ ഒരു നടൻ്റെ പേരിൽ തന്നെ വരുന്നു. പലപ്പോഴും ഓസ്കാർ വേദികളിലൊന്നും നമ്മൾ കാണാത്ത ഒരു കാര്യം അത് ഇന്ന് എത്തിയിരിക്കുന്നു. മലയാളത്തിന് സ്വപ്നതുല്യമായ ആ ഒരു തുടക്കമാണ് മമ്മൂട്ടി നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇനി മമ്മൂട്ടിക്ക് ശേഷം ഒരുപാട് പേർ വരണം എന്നുള്ളത് തന്നെയാണ്. ഒരു മമ്മൂട്ടിയിൽ നിന്ന് മാത്രം ഒതുങ്ങുന്നതാകരുത് മലയാള സിനിമയുടെ ഈ ഒരു ഖ്യാതി എന്നുള്ളത്. അതെ, മമ്മൂട്ടി ഒരു തിരികൊളുത്തിയിട്ടുണ്ട്, അത് ആളിക്കത്തിക്കുക. മോളിവുഡ് ലെജൻഡ് മമ്മൂട്ടി എന്ന് പറഞ്ഞ് അവിടെ തുടങ്ങുമ്പോൾ അവിടെ ഹർഷാരവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. നിറഞ്ഞ സദസ്സിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ ഒരു കാര്യം എടുത്തു പറയുന്നു: സിനിമയുടെ അണിയറ പ്രവർത്തകരെയും സംവിധായകനെയും ബാക്കിയുള്ള നടന്മാരെയും എല്ലാവരെയും അനുമോദിക്കുമ്പോൾ അതിനൊപ്പം തന്നെ മമ്മൂട്ടിയുടെ പേര് പറയുമ്പോൾ ആ സദസ്സിലിരുന്ന് എല്ലാവരും കൈയടിച്ച് എഴുന്നേൽറ്റ് നിൽക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതെ, ഈ ഒരു സിനിമ അവിടുത്തെ ആ ഒരു സ്ക്രീനിൽ പ്രദർശിപ്പിച്ചപ്പോൾ അവിടെയുള്ള കാണികൾക്ക് കിട്ടിയ ആ മനസ്സിനകത്തിലുണ്ടായ ആ ഒരു സംഭവം തന്നെയാണ് അന്ന് കയ്യടിയിലൂടെ. ഇത് അനൗൺസ് ചെയ്യുന്ന അവർ പോലും കൈയടിക്കുന്നു എന്നുള്ളതാണ്. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു മമ്മൂട്ടിയുടെ എന്നുള്ളതാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓസ്കാർ വേദിയിൽ നിറഞ്ഞ കയ്യടിയോടെ മമ്മൂട്ടി എത്തുമ്പോൾ ഓരോ മലയാളിക്കും ലഭിക്കുന്ന കയ്യടിയായിട്ട് മാറുന്നു. കാരണം ഓരോ മലയാളിയുമാണ് മമ്മൂട്ടിയെ വളർത്തിയത്. അതെ, പലപ്പോഴായി തളർത്താൻ പലരും ശ്രമിക്കുമ്പോഴും അവരും മമ്മൂട്ടിയെ വളർത്തുക തന്നെയായിരുന്നു. ഇന്ന് പല രീതിയിൽ മമ്മൂട്ടിയെ ട്രോളാൻ ശ്രമിക്കുമ്പോഴും ഒരു കാര്യം ഓർപ്പിക്കുന്നു: അവർക്കും അഭിമാനിക്കാനായിട്ട് ഓസ്കാർ ലെവലിൽ അവർക്ക് ഇഷ്ടപ്പെട്ട നടന് എത്താൻ പറ്റാത്ത സ്ഥാനത്ത് അവരെ കൈയടിപ്പിക്കുന്നു, ഇഷ്ടപ്പെടുത്തുന്നു മമ്മൂട്ടി. ഇൻബോൺ ടാലൻറ്റിനെയും മെയ്ഡ് ആക്ടിങ്ങിനെയും കുറിച്ചൊക്കെ വാചാലരാകുന്ന മലയാളികൾക്ക് ഇന്ന് ആത്മസാക്ഷാത്കാരം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് മമ്മൂട്ടിയുടെ ഈ ഒരു പ്രകടനം എന്ന് തന്നെ പറയാം. ഇന്ന് അല്ലെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് 100 കോടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേരുണ്ടാകാം. നമുക്കെല്ലാവർക്കും അറിയാം 100 100ന് മുകളിൽ കിട്ടാൻ അർഹതയുള്ള സിനിമകൾ തന്നെയായിരുന്നു ഇത്. കഴിഞ്ഞ ഏതാനും കാലങ്ങളായി മമ്മൂട്ടി സിനിമകളെല്ലാം തന്നെ ആ റേഞ്ചിൽ തന്നെ നിൽക്കുന്നതാണ്. വെറുതെ ഒരു സിനിമ കണ്ട് എന്തെങ്കിലും പോകുന്ന കാര്യങ്ങളല്ല. പലരും പറയാറുണ്ട്, സിനിമ കാണുന്ന ടെൻഷൻ അടിക്കാനൊന്നുമല്ല, ഞങ്ങളുടെ ഫ്രീ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, സന്തോഷം കിട്ടാനാണ്. ഈ ഒരു സിനിമ കാണുമ്പോൾ ഒരു കാര്യം നമുക്ക് പറയാം: ഇത് നമ്മളെ വേറൊരു വിസ്മയ ലോകത്തിലേക്ക് കൊണ്ടുപോകും. ഇത് മമ്മൂട്ടിക്ക് മാത്രമല്ല ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ അർഹമാകുന്ന അനുമോദനങ്ങൾ ഇതിൻ്റെ സംവിധായകൻ, തിരക്കഥാകൃത്ത്, മ്യൂസിക് ഡയറക്ടർ എന്ന് വേണ്ട ഇതിനകത്തിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഓരോ വ്യക്തിക്കും അർഹപ്പെട്ടത് തന്നെയാണ്. 4 5 കഥാപാത്രങ്ങൾ മാത്രം വെച്ച് എല്ലാവരുടെയും ഗംഭീര പ്രകടനവുമായി വന്ന ഈ ഒരു മോളിവുഡിൻ്റെ ഹോളിവുഡ് മൂവി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അതുതന്നെയാണ് ഭ്രമയുഗം. ഇന്ന് നമുക്ക് ആ ഒരു വേദിയിൽ, ഓസ്കാർ വേദിയിൽ പ്രദർശിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാകുകയാണ്: ഇനിയും ഹോളിവുഡ് ലെവലിലുള്ള സ്റ്റഫുകൾ മലയാളത്തിൽ നിന്ന് ഇനിയും ഒരുപാട് വരും. പ്രത്യേകിച്ച് രാഹുൽ സദാശിവനെ പോലെയുള്ള സംവിധായകൻ ഇവിടെ ഉള്ളപ്പോൾ മമ്മൂട്ടിയെ പോലെ ഒരു നടൻ മതി ആ റേഞ്ചിലേക്ക് എത്തിക്കാൻ. ബാക്കി ആരേക്കാളും മുന്നിൽ അഭിനയത്തിന് മുൻതൂക്കം നൽകുന്ന ഏക നടനും അത് മമ്മൂട്ടി തന്നെയാണ്. ബാക്കി എല്ലാവരേക്കാൾ കൂടുതൽ അദ്ദേഹം ആത്മാർപ്പണം നൽകുന്ന ഒരു കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിലെത്രത്തോളം എതിരാളികളുണ്ടെങ്കിലും അവർക്കും അറിയാവുന്ന ഒരു കാര്യം. അങ്ങനെ മോളിവുഡ് ലെജൻഡ് എന്ന് മമ്മൂട്ടിയെ വിശേഷിപ്പിച്ച് ആ ഒരു വേദിയിൽ കയ്യടി മേടിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം: മലയാള സിനിമയാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമ ആ റേഞ്ചിൽ നിൽക്കുമ്പോൾ ഇനി മലയാള സിനിമ ഹോളിവുഡ് ലെവലിലെത്തിയിരിക്കുന്നതും മമ്മൂട്ടി എന്ന വ്യക്തിയിൽ കൂടെ തന്നെയാണ്. പണ്ട് പ്രിയദർശൻ പറഞ്ഞ പോലെ മലയാള സിനിമയെ നാഷണൽ ലെവലിലെത്തിച്ച ആ ഒരു കാര്യം എത്തിച്ചെങ്കിൽ രണ്ടാമത് ഇൻ്റർനാഷണൽ ലെവലിലേക്കും എത്തിക്കുന്നത് മമ്മൂട്ടി തന്നെയാണ്. ഒരിക്കലും നമുക്ക് പറയാൻ കഴിയാത്ത ഒരു കാര്യം തന്നെ, പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെ, മലയാള സിനിമ ഈ റേഞ്ചിലെത്തുമെന്നുള്ളത്. അതിന് ചുക്കാൻ പിടിച്ചത് മമ്മൂട്ടി തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം: മമ്മൂട്ടിയിൽ നിന്ന് കൂടുതൽ മികച്ച പ്രകടനങ്ങൾ ഇനിയും വരും. ഇനിയും വേണ്ടത് ഇതേപോലെയുള്ള ഗംഭീര സിനിമകളും ഈ ഒരു സിനിമയ്ക്ക് നാഷണൽ അവാർഡുമൊക്കെ കിട്ടുന്ന ആ ഒരു മുഹൂർത്തം കൂടി കാണുക എന്നുള്ളതാണ്. കാരണം അവഗണിക്കാവുന്നതിൻ്റെ മാക്സിമം അവഗണിച്ചെങ്കിൽ ഇനി അത് നിർത്തുക എന്നുള്ളത് തന്നെയാണ് അവാർഡ് വേദിയിലിരിക്കുന്ന, ജൂറിയിലിരിക്കുന്ന ഓരോ വ്യക്തിയോടും പറയാനുള്ളത്. കാരണം നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെയൊക്കെ എത്രയോ മുകളിലാണ് ഇപ്പോൾ ഈ ഒരു സിനിമ പോലും എത്തിയിരിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ നാഷണൽ അവാർഡ് കൊടുക്കുക, അല്ലെങ്കിൽ മിണ്ടാണ്ട്
സ്ഥിരം കാണിക്കുന്ന പോലെ ഏതെങ്കിലും ചവറ് പടത്തിന് കൊടുത്തിട്ട് കൈയടിച്ച് സ്വയം കൈയടിക്കുക. കാരണം ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അങ്ങനെയുള്ള അവാർഡുകൾ. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള നാഷണൽ അവാർഡുകൾ വെറും പ്രഹസനമാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാം. അങ്ങനെ വീണ്ടും ഒരു കാര്യം കൂടി ഉറപ്പിക്കാം, മോളിവുഡിനെ ഹോളിവുഡ് ലെവലിലേക്ക് മമ്മൂക്ക എത്തിച്ചിരിക്കുന്നു. ഈ ഒരു സിനിമ ഇന്നും കാണാത്തവരാണെങ്കിൽ തീർച്ചയായും മൊബൈലിലെങ്കിലും ഒന്നെടുത്ത് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടാകും. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നല്ല പലവട്ടം കണ്ടിരിക്കും. അതിനുള്ള സ്റ്റഫുണ്ടത്. വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. താങ്ക് യു ബ്രോസ്.